ഓറൽ ഹെൽത്ത് അവയർനെസ് വീക്കുമായി ബന്ധപ്പെട്ട് ചേതന FM 90.8 ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനെത്തുന്നു ഡോക്ടർ ജിത പി നായർ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചേതന FM 90.8 സ്വാഗതം. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗം എത്രത്തോളം നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പോലും ചിലപ്പോൾ അറിയാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മളോടൊപ്പം കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും ഇന്ന് ഈ ഒരു ദിവസം ചേതന FM 90.8 നമ്മളോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചിലെ കൗൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്ത് കൺവീനറായ ഡോക്ടർ ജിത പി നായരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടറെ വെൽക്കം ചെയ്യുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്താണ് ഡോക്ടർ, അത് ഏപ്രിൽ മാസം ഓറൽ ഹെൽത്ത് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാ വർഷവും ഏപ്രിൽ മാസമാണ് നമ്മൾ ഓറൽ ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കുന്നത്. അതായത് വദനാർബുദ ബോധവൽക്കരണ മാസമായിട്ടാണ് നമ്മൾ ഏപ്രിൽ മാസം ആചരിക്കുന്നത്. അന്ന് നമ്മൾ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അസോസിയേഷനിലുള്ള പല ഡോക്ടേഴ്സും നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും നടത്തിപ്പോകുന്നത്. അപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വായിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ, ചെറിയ വെള്ള നിറത്തിലും ചുമപ്പ് നിറത്തിലും കാണുന്ന പാടുകൾ, അതൊക്കെ ട്രീറ്റ്മെന്റ് വേണോ എന്ന് കരുതിയിട്ട് പലപ്പോഴും സ്വയം അശ്രദ്ധമായിട്ട് വിട്ടുപോവുകയും സ്വയമായിട്ടൊരു വേദന വരുമ്പം നമ്മളൊരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു ഓയിൻമെന്റോ വാങ്ങി അപ്ലൈ ചെയ്ത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാതെ വെച്ചുകൊണ്ടിരുന്ന് പിന്നീട് അത് ഒരു ക്യാൻസർ എന്ന അർബുദം എന്ന ഒരു രീതിയിലേക്ക് ആവുമ്പോഴാണ് പലരും ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക, ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ഓടി വരിക. അപ്പോഴത്തേക്കും ആദ്യമേ നമുക്ക് ചെയ്ത് പോരേണ്ടിയ കുറേ കാര്യങ്ങൾ അപ്പോഴേക്കും ഒരുപക്ഷെ ഒത്തിരി ലേറ്റ് ആയി പോയി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മാസം തന്നെ തീർച്ചയായിട്ടും കൂടുതൽ, അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ അവയർനെസ് എത്തിക്കുക എന്നുള്ളൊരു ബോധത്തോടെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ, ഇപ്പോൾ നമുക്ക് വായിലെ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തുടക്കത്തിൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന സെൽഫ് എക്സാമിനേഷൻ, അതായത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളത്. നമ്മളുടെ വീട്ടിലെ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വായിലുള്ള 8 ഭാഗങ്ങൾ, അതായത് മേൽചുണ്ടിൻ്റെ അകഭാഗം, കീഴ്ചുണ്ടിലെ അകഭാഗം, നാക്കിൻ്റെ കവിളിലെ ഇരുവശങ്ങൾ, നാക്കിൻ്റെ ഇരുവശങ്ങൾ, നാക്കിൻ്റെ മുകൾ ഭാഗം, താഴെയുള്ള ഭാഗം ഫ്ലോർ ഓഫ് ദ മൗത്ത് എന്ന് പറയും. അതിൽ അണ്ണാക്ക്, മേലണ്ണാക്ക്, പാലറ്റ്, അതുപോലെ ചെറിയ സോഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയ നമ്മൾ പറയത്തില്ലേ ചെറിയ നാക്ക് എന്ന് പറയത്തില്ലേ ഉള്ളിൽ, അത് ആ സൈഡിലെല്ലാം നമ്മുടെ ശുദ്ധമാക്കിയിട്ട് കൈകൾ ശുദ്ധമാക്കിക്കൊണ്ട് തന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കുക, മൃദുവായിട്ട് തൊട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ തടുപ്പുകളോ ഏതെങ്കിലും ഒരു വെള്ള നിറത്തിലോ ചുമപ്പ് നിറത്തിലോ ഉള്ള മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അത് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ സ്വയം അത് വെച്ചുകൊണ്ടിരിക്കാതെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട്, ഒരു ഓറൽ സർജനെ കണ്ട്, അല്ലെങ്കിൽ ഡെന്റൽ സർജനെ കണ്ട് നമ്മളത് എന്താണെന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, സാധാരണ ഞാനും കേട്ടിട്ടുണ്ട്, പൊതുവെ കുട്ടിക്കാലത്ത്, അതായത് കുഞ്ഞുങ്ങളുടെ ആ ഒരു കുഞ്ഞു പ്രായം മുതൽ തന്നെ നമ്മൾ പല്ലുകളുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില പാരൻസ് ശ്രദ്ധിക്കാതെ ഇരിക്കും കുട്ടികളുടെ പല്ലിൻ്റെ നില തെറ്റുന്നതോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അതിൽ തുടർന്നും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മൾ കുട്ടി പ്രായം മുതൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പം ശരിക്കും ഒരു പഴമക്കാരുടെ ഒരു പറച്ചിലാണ്, അതായത് അത് ഇളകി പോകുന്ന പല്ലല്ലേ, പറഞ്ഞു പോകുന്ന പല്ലല്ലേ, എന്തിനാ അത് ചികിത്സിക്കുന്നു അല്ലേ? ഇപ്പം പേരൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ, അത് പറഞ്ഞു പോകാനുള്ള പല്ലാണ്, അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം ഈ പല്ലുകളാണ് നമുക്ക് വരാൻ പോകുന്നത്, ഫ്യൂച്ചർ നമുക്ക് വരാൻ പോകുന്ന പല്ല്. നമുക്ക് 2 സെറ്റ് ഓഫ് ടീത്തേ ഉള്ളൂ. അപ്പം ആദ്യത്തെ സെറ്റ് മിൽക്ക് ടീത്താണ്, പിന്നെ രണ്ടാമത് പെർമനൻറ്റ് ടീത്താണ്. ആ ടീത്ത് വരാൻ പോകുന്ന ഒരു ഗൈഡൻസ് ആണ് ഇവർ. അപ്പം അത് നമുക്ക് അത് പറഞ്ഞു പോകേണ്ടതിനുള്ള ഏജ് ഉണ്ട്. അതിന് മുന്നേ പോയാലും അത് കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും റീറ്റെയിൻ ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്, അത് പോകാതെ നിൽക്കുവാണെങ്കിലും നമുക്ക്
വരുന്ന പല്ലുകൾക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം ആ ഒരു കറക്ഷൻസ് നമ്മൾ ആദ്യമേ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് മോണ മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലേ, അതിന് നമ്മൾ ഗംപാടെന്ന് പറയും. അപ്പം അതിന് പാല് കുടിച്ച് കൊണ്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളാണല്ലേ. അപ്പം ആ അമ്മ അത് കുഞ്ഞിൻ്റെ ദന്താരോഗ്യത്തിന് കൺസിഡർ ചെയ്തുകൊണ്ട് രാത്രിയിലൊക്കെ പാല് കൊടുത്തതിന് ശേഷം ഒരു പഞ്ഞി കൊണ്ട് ആ മോണഭാഗം, മേൽ മോണയും കീഴ്മോണയും തുടച്ച് വൃത്തിയാക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പാൽപ്പല്ലുകൾ, വരുന്ന പാൽപ്പല്ലുകളെല്ലാം കേടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് വരിക. ശരിക്കും ഇതൊരു പക്ഷെ ആർക്കും അറിയാത്തൊരു അറിവ് തന്നെയായിരിക്കും. അമ്മമാരൊന്നും ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊന്നും അത് ഈ നമുക്ക് രാത്രിയിൽ ശരിയാണ്, അമ്മമാരും ടയേർഡാണ്, ഫീഡ് ചെയ്തും ജോലി ചെയ്തും ഒക്കെ ടയേർഡാണ്. അപ്പോൾ അവർക്ക് ഇരുന്ന് ഇങ്ങനെ ഗംപാട് തുടച്ചു കൊടുക്കാനായിട്ട് പാടായിരിക്കും. അതിനൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്ന പാനീയം ചെറു ചൂടുവെള്ളം ബോട്ടിലിൽ കൊടുത്താലും മതി, ബോട്ടിൽ ഫീഡിങ്ങിൽ കൊടുത്താലും മതി, അത് മതിയാവും. ആ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ആ പാലിൻ്റെ അംശങ്ങൾ അവിടുന്ന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ അമ്മമാരായ ലിസ്ണേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കുഞ്ഞുനാളിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടികളിലെ ഡെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പം കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചേൻ്റെ അകത്ത് വരുന്നത്. അപ്പം പല്ല് കേടായി കഴിയുമ്പം, വേദനയായി കഴിയുമ്പോൾ പല കുഞ്ഞുങ്ങളും ആഹാരം കഴിക്കുകയില്ല. ഇല്ല ശരി. അപ്പോൾ അവർക്ക് ശരിയായ പോഷകാഹാരങ്ങൾ കിട്ടത്തില്ല. അതുപോലെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നു, നന്നായിട്ടൊന്നും ചിരിക്കാൻ പാട്, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല പ്രയാസങ്ങളും അവർക്ക് ആ പ്രായങ്ങളിൽ അനുഭവപ്പെടും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവരുടെ ദന്താരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് സമയം എടുത്ത് തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ കണ്ടുപോകുന്ന ഒരുപക്ഷെ ഒരു പനിയോ ജലദോഷമോ ഒക്കെ വരുന്ന പോലെ തന്നെ അത്രത്തോളം മോർ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് തന്നെയാണ് കുട്ടികളുടെ ദന്താരോഗ്യം. ഉറപ്പായിട്ടും കുഞ്ഞു നാൾ മുതൽ നമ്മളത് ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളിൽ കാണുന്ന, അതായത് 3 വയസ്സ് വരെയും ചില ഹാബിറ്റ്സുകൾ, ശീലങ്ങൾ ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈ ഉറിഞ്ചുക, കൈ ഉറിഞ്ചുന്ന സ്വഭാവം. അപ്പം അതൊരു 3 വയസ്സ് കഴിഞ്ഞും പിന്നെ അത് തുടർന്ന് നിൽക്കുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പം കുറച്ചും കൂടെ ഏജ് കഴിഞ്ഞും ഈ കുട്ടിക്ക് ഇത് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പം അവൻ സമൂഹത്തിൽ അത് ചെയ്യുമ്പോഴത്തേക്കിന് അവന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതൊക്കെ നമ്മൾ നോക്കിക്കണ്ട് ചെയ്യേണ്ട ഒരു പ്രായമാണ്. അതിനെ നിരസിച്ച് കളയുകയേ ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഡോക്ടർ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പല്ലുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ചെറിയൊരു പെയിൻ കില്ലറോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റോ യൂസ് ചെയ്ത് അത് താൽക്കാലികമായിട്ട് നിർത്താറുണ്ട്. ആ ഇൻഫെക്ഷൻ എത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഇൻഫെക്ഷൻസ് പലതും ഈ പറഞ്ഞ പോലെ മുംതാസ് പറഞ്ഞ പോലെ അത് മിക്കവരും ഒരു പെയിൻ്റെ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ച് അതങ്ങ് ഒതുക്കാനാണ് നോക്കുന്നത്. പക്ഷേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വളരെ ഈ ഡെൻ്റൽ ഇൻഫെക്ഷൻസ് പലതും ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കോളനൈസേഷൻ ചെയ്യുന്ന ബാക്ടീരിയകൾ, സ്ട്രെപ്റ്റോകോക്കസിൻ്റെ പല സ്ട്രെയിൻസുകൾ നമ്മുടെ രക്തക്കുഴലിലേക്ക് കടന്ന് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് എത്തുന്നു. അവർ അത് പ്ലാക്ക് ഫോം ചെയ്യും, കട്ടിയായിട്ടുള്ള അത് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് രക്തയോട്ടക്കുറവുകൾ, അതുപോലെ BP കൂടാൻ, അങ്ങനെയാണ് ഇത് അറ്റാക്കിലേക്ക് നയിക്കുന്നത്. ഇപ്പം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ പല പഠനങ്ങളും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്തൊരു മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം നമ്മുടെ ശാരീരികമായിട്ടുള്ള പല അവസ്ഥകൾക്കും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയും എല്ലാം ഒരു മാറ്റത്തിന് കാരണമാവുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജങ്ക് ഫുഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ എത്രത്തോളം നമ്മുടെ ദന്തൽ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ക്യാൻസർ അവയർനെസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം നമ്മൾ മെയിൽസിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്യാൻസർ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനത്തിലാണ് അവരുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയുന്നത് പോലെ തന്നെ പുകയിലയുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമാണ് കൂടുതലും. ഈ പുകയില ഉപയോഗിക്കുന്നവരിൽ മദ്യപാനവും കൂടെ ഉണ്ടെങ്കിൽ, മദ്യപിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വരാറില്ല. പക്ഷെ പുകയിലയും അതിൻ്റെ കൂടെ മദ്യപാനവും കൂടെ ആയി കഴിയുമ്പം ഒരു അഡിക്റ്റീവ് എഫക്റ്റാണ്, ത്വരിതപ്പെടുത്തുകയാണ്, ക്യാൻസർ ഫോർമേഷന് ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ, പാൻ പരാഗ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിപ്പം
നമ്മുടെ UV റേഡിയേഷൻസ് നമുക്ക് ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നോർത്തിലൊക്കെ കൺട്രി ലിപ്പ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, ക്യാൻസർ തന്നെ ഉണ്ട്. അപ്പം അത് ലിപ്പിലേക്ക് ആ UV റേഡിയേഷൻസ് അടിച്ചിട്ട് ഉണ്ടാവുന്ന ടൈപ്പ് ക്യാൻസറാണ് കൺട്രി ലിപ്പ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ കഴിവതും വർക്ക് ചെയ്യാതിരിക്കുക. അല്ല അതിനുള്ള പ്രൊട്ടക്ഷൻ, അതായത് ഇപ്പോൾ SPF അധികമുള്ള എന്തെങ്കിലും ക്രീംസോ എന്തെങ്കിലും ലോഷൻസോ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടുകൊണ്ട് നമ്മളത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വൈറസസ് കാരണവും നമുക്ക് ക്യാൻസർ ഉണ്ടാവാൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പം അത് കൂടുതലും ജെനിറ്റൽ റീജിയനിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിലും അത് നമുക്ക് ഡെൻ്റലിലും ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അജിനോമോട്ടോ പോലെയുള്ളത്, പിന്നെ കളർ ആഡ് ചെയ്യുന്നത്, ഇപ്പം ചിക്കനൊക്കെ ആണെങ്കിലും ഫുഡ് കളേഴ്സ് യൂസ് ചെയ്താൽ ചിക്കൻ്റെ കളർ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. പിന്നെ അതുപോലെ അമിതമായി കരിക്കുന്നതും പൊരിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ നമുക്ക് പിന്നീട് ക്യാൻസറിലേക്ക്, അത് ഈ ജങ്ക് ഫുഡ്സ് വൺസിനെ മന്തോ അല്ലെ ഒരു വൺസിനെ വൈലോ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് സ്ഥിരമായി ഇങ്ങനെ ആ ടേസ്റ്റ് ഉൾക്കൊണ്ട് അത് തന്നെ കഴിക്കുന്ന ആളുകൾ ടെൻഡൻസി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള ഇതെല്ലാം നേരെ ചെല്ലുന്നത് നമ്മുടെ വായിൽ നിന്നാണ്, പിന്നെയാണ് തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് നമ്മുടെ പല്ലുകൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഒത്തിരി ലിസണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുക. രാവിലെ ബ്രഷ് ചെയ്തില്ലെങ്കിലും മസ്റ്റായിട്ടും രാത്രിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ പല ടൈപ്പ് ബ്രഷസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ പല്ലിന് ഇണങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾക്കും മോണകൾക്കും ഇണങ്ങുന്നത് സോഫ്റ്റ് ബ്രഷാണ്. സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. പിന്നെ ബ്രഷിങ് ടെക്നിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബ്രഷിങ് ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 6 മാസത്തിലൊരിക്കൽ നമുക്ക് വായിൽ അങ്ങനെ പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ലെങ്കിലും ഒന്ന് ചെന്ന് ഡെന്റിസ്റ്റ് കാരണം ഞങ്ങൾക്ക് ആണ് കൂടുതൽ അറിയാനും കാണാനും പറ്റുന്നത്. വെച്ചാൽ നമ്മൾ ജസ്റ്റ് വായിൽ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ ചില കറുത്ത കളർ കാണുന്നത് കേടാവണമെന്നില്ല. ചിലപ്പോൾ അത് സ്റ്റെയിൻ ആയിരിക്കാം, ചിലപ്പോൾ അത് സ്റ്റെയിൻ ആവണമെന്നില്ല, കേടായിരിക്കാം. പക്ഷെ അത് റൂൾ ഔട്ട് ചെയ്യാൻ ഒരു ഡെന്റിസ്റ്റിനായിരിക്കും ഏറ്റവും നന്നായിട്ട് പറ്റുന്നത്. അപ്പം അതുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റൽ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ മാത്രമല്ല ക്ലീനിങ് പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും മസ്റ്റായിട്ടും. അത് നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖം വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മുടെ വായിലെ പല്ലുകൾക്കും കൊടുക്കണം. കാരണം പല്ലുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ പോകും, നമുക്കൊന്ന് ചിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ നടക്കത്തില്ല. നമുക്ക് ചവച്ച ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ദഹനം നടക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ, കാരണം കുറേ വിശേഷങ്ങൾ നമ്മുടെ ലിസണേഴ്സിൽ എത്തിക്കാനും പറ്റി. ശരിക്കും നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പല കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ. അതെ, നമ്മൾ ഇപ്പം എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യമാണ് നമ്മുടെ ആക്ടർ ജിഷ്ണു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ കണ്ടതാണ്. അതായത് ഷാർപ്പായിട്ടുള്ള ഒരു പല്ല് ഇരുന്ന് ഒരഞ്ഞ് നിസ്സാരമായി നമ്മൾ അത് മുറിവ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ പല തിരക്കുകൾ കാരണം അത് ശ്രദ്ധിക്കാൻ പോയി. അത് പിന്നെ നിസ്സാരമായി കണ്ടു, പക്ഷെ അതൊരു ക്യാൻസറിലായി മാറുകയായിരുന്നു. അതെ, ശരി, ഞാനും അത് കേട്ടിട്ടുണ്ട്. നമ്മൾ വായിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ അത് നിസ്സാരമായി കാണരുത്. ഇപ്പോൾ ദന്ത സംരക്ഷണത്തിന്റെ ഭാഗമാണ് മൂർച്ചയുള്ള പല്ലുകൾ. അങ്ങനെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും പല്ലുകളിൽ നിന്നുള്ള മുറിവുകൾ നാക്കിലോ കവിളിലോ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതെ, അത് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ മുറിവ് മാറാൻ അല്ലെങ്കിൽ ആ വേദന മാറാൻ എന്തെങ്കിലും ഒരു ഓയിൻമെന്റ്. കാരണം ഒരു പ്രാവശ്യം ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് ഉള്ളിൽ കഴിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പുറമെ പുരട്ടാനുള്ളതായിരിക്കും. പിന്നെ അതേപോലെ മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ ഇത് വരുമ്പോൾ ഇത് കൊണ്ട് കാണിച്ചിട്ട് വാങ്ങിച്ച് എല്ലാവരും അങ്ങനെ പക്ഷെ അത് 3 ആഴ്ചയിൽ കൂടുതൽ ഈ പറഞ്ഞ പാടുകളോ ഈ പറഞ്ഞ മുറിവുകളോ ഉണങ്ങാതെയോ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദന്തരോഗ വിദഗ്ധനെ
എത്രയും പെട്ടെന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെറിയ കാര്യമെന്ന് കരുതുന്നത് ഒരിക്കലും അത് നിസ്സാരമല്ല. അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ളൊരു പരിചരണം, ഒരുപക്ഷെ നമ്മൾ ഒരു വർഷത്തിലൊരിക്കൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തും പോലെ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും പോലെ തന്നെ നമ്മുടെ ദന്ത സംരക്ഷണവും അല്ലെങ്കിൽ ദന്തലിൻ്റെ ആരോഗ്യവും പല്ലുകളുടെ ആരോഗ്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിനും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലിസണേഴ്സിലേക്ക് എത്തിച്ചതിനും. നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് ദന്തൽ സർജനും ഒപ്പം തന്നെ ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചിലെ കൗൺസിൽ ഓഫ് ദന്തൽ ഹെൽത്ത് കൺവീനറായ ഡോക്ടർ ജിത പി നായരാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്.